ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളതാണെന്നല്ലേ. ശരിയാണ്, രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷം ആകാറായി. അപ്പം ഞാനാണെങ്കിൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെയാണ് വീഡിയോ എടുത്തിട്ട് ഇടാറുള്ളത്. പിന്നെ കുക്കിങ്ങും അങ്ങനെയുള്ള, അതായത് ഒരു ലൈഫ് സ്റ്റൈലാണ് ഇടാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ അതെന്നെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിലിടാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലാണ് വീഡിയോ ഇട്ടിടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് കണ്ടൻറ് ക്രിയേറ്റർ എന്ന കാറ്റഗറിയിലാണോ പെടുത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയാറുള്ളതാണ്, എൻ്റെ ചാനലിലൂടെ പറയാറുള്ളതാണ്. വെറുതെ ചെറിയ യാത്രകളാണെങ്കിലും എവിടെ പോണതാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയാറുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ. പുരുഷന്മാർ എന്തായാലും ആ വഴിക്ക് എന്തായാലും അവർ അത് തിരഞ്ഞെടുക്കും. പക്ഷേ സ്ത്രീകളുടെ കാര്യം, കുറച്ച് പേരുടെ കാര്യം, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, പല ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈലാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും വ്യത്യസ്തമാവും അല്ലേ. പിന്നെ ഓരോരുത്തരുടെ മൈൻഡ്, ചിലവർക്കും ഇഷ്ടമുണ്ടാവില്ല, അതായത് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ചിലവർക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമുണ്ടാവും, പക്ഷെ സാഹചര്യം അനുവദിക്കുന്നുണ്ടാവില്ല. ഈ സാഹചര്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവില്ല. ഒന്നൊന്നായിട്ട് പറയാനൊന്നും പറ്റില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പലരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും, അപ്പോൾ അതായത് നമ്മളുടെ ലൈഫിൻ്റെ തട്ടും മുട്ടും വരാതെ, അതായത് നമ്മളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഞാൻ എന്താ പറയുക, ചാനലും കുക്കിങ്ങും അതൊക്കെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. എനിക്ക് കുക്കിംഗ് ആണെങ്കിലും ഇങ്ങനെ യാത്ര പോകാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് പോയിട്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു പരിധിവരെ കുഴപ്പമില്ല. പക്ഷേ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. കാരണം നമ്മൾക്ക് എങ്ങോട്ടേലും ഒന്ന് പോകണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിലൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഓൺലൈനായിട്ടുള്ള ബിസിനസ്, അതായത് എന്തെങ്കിലും ഗാർമെൻറ്റ്സിൻ്റെ ബിസിനസ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് ലേഡീസ് വെയറാണ്, ചുരിദാർ, കോട്ട് സെറ്റ്, കുർത്തീസ്, ഇത് മൂന്നുമാണ് നിലവിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ ചാനലിൽ കൂടെ അതിൻ്റെ വിശദവിവരങ്ങൾ പറയാൻ വേണ്ടി വന്നതല്ല, ഞാനങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 മാസത്തോളമായി, 2-3 മാസത്തോളമായി ഞാനിത് തുടങ്ങിയിട്ട്. പക്ഷേ ചാനലിലൂടെ പറയാനുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കില്ലായിരുന്നു കേട്ടോ. പറയണ്ടെന്ന് തോന്നി, ചാനൽ അത് പറയാനൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചാനലുള്ളതല്ലേ, അപ്പോൾ ചാനലിൽ കൂടി അത് പറയണം, അതിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ. അപ്പോഴും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ പറയും എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശദവിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം. ഒരു ഇൻസ്റ്റാഗ്രാം പേജായിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ബിസിനസ്സിൻ്റെ ABCD അറിയാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും വലിയ രീതിയിൽ അങ്ങനെ ഇരുന്ന് നോക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആയാലും ഞാൻ അങ്ങനെ ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരുന്ന് അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഒരു ഇത് വെച്ചിങ്ങനെ പോകുന്ന ആളാണ്. എനിക്ക് കൂടുതലായിട്ടും അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഇരിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ABCD ഒന്നും അറിയില്ലെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ചില സമയത്ത് പ്രതീക്ഷിച്ചു ഒന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇത് നടക്കേ ഇല്ല എന്നുള്ളൊരു വിചാരമായിരുന്നു.
അതായത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു വിചാരമായിരുന്നു കേട്ടോ. നമ്മളൊരിക്കലും നമ്മളൊരു എന്തെങ്കിലും തുടങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും നമ്മളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളോ ഫ്രണ്ട്സിനോ ഇവരെ വെച്ചിട്ടല്ല നമ്മളത് എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ എന്താ പറയുക, ഇവരെ വിചാരിച്ചിട്ട് അല്ല നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾക്ക് അതായത് കുറേ ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുള്ളൊരു വിചാരം നമുക്ക് വേണം. അതിനായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് ഏത് രീതിയിൽ കൂടെ എങ്ങനെ ആവും എന്നുള്ള ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സിൻ്റെ. അപ്പോൾ ആ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം എല്ലാ കാര്യങ്ങളും പറയുന്നത് ഞാൻ ഇത് പറയാണ്ടിരുന്നാലും മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയണമെന്ന് തോന്നി. പിന്നെ പലരും എൻ്റെ ചാനലിനെ പറ്റിയിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ എൻ്റെ ചാനലിനെ പറ്റി പല രീതിയിലും കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ എതിർക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത അതേ കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഭയങ്കര രീതിയിലായിരിക്കും അവർ എതിർക്കുന്നുണ്ടാവും. പക്ഷേ എന്നിട്ട് അവരതേ കാര്യം ചെയ്യും. അപ്പോൾ അവർ അത് എതിർക്കുന്നതിൽ എന്താ കാര്യമുള്ളൂ. അപ്പം നമ്മൾ അവരെ എതിർക്കുന്നത് കേട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറിയെങ്കിൽ നമ്മളുടെ കാര്യം പോയി. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഓരോരുത്തരും ഇഷ്ടമല്ലേ, ചാനൽ തുടങ്ങണോ, വീഡിയോ ഇടണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ചാനലല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേണം. ചില കാര്യങ്ങളല്ല, എന്ത് കാര്യങ്ങളാണെങ്കിലും വേണം. പക്ഷേ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ പോലും ആരും എടുത്തു തരാറില്ല. ഇഷ്ടമല്ല, അപ്പം അങ്ങനെ എടുത്തല്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നതാണെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പേജ് തുടങ്ങിയിട്ടുണ്ടെന്ന്, അതിലേക്കുള്ള ഫോട്ടോസ് എടുക്കുന്നതാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നതും എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം ഞാൻ തന്നെയാണ്. ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. നമ്മളങ്ങനെ തന്നെ പോകുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കാൻ അങ്ങനെ പ്രശ്നങ്ങൾ വരില്ലല്ലോ. അപ്പം അങ്ങനെ ആരുടെയും സപ്പോർട്ടില്ലാണ്ടാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഇത് തോന്നാറില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സിൻ്റെ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ASHBIJ പിന്നെ B ഉണ്ട് കേട്ടോ, അങ്ങനെയാണ് പേരുള്ളത്. അപ്പോൾ നിങ്ങളോട് ഇത് സെർച്ച് ചെയ്യണം, നിങ്ങൾ വാങ്ങിക്കണം, അതൊന്നും അല്ലടാ ഞാൻ പറയണത്. ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. ASHBIJ. അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയാണ് കേട്ടോ. അത് 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. 3 to 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് സാധനം കിട്ടും. ഫ്രീ ഡെലിവറിയാണ് കേരളത്തിലെവിടെയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിപ്പോൾ പറയാനുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കായത് ദൈവാനുഗ്രഹം കൊണ്ട് തിരക്കേടില്ലാത്ത ഓർഡറുകൾ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇത് ആത്മവിശ്വാസം വരുമല്ലോ, നമുക്കിത് പറയാം, വേറെ ഒരാളോട് പറയാമെന്നുള്ളത്. മറ്റത് നമുക്ക് എന്താവോ എന്നുള്ളൊരു വിചാരമല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പോൾ കമൻസുകൾ കുറവായതുകൊണ്ട് തന്നെ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. ഒന്നുപോലും വിടാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, പക്ഷേ നമ്മൾ ഈ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ഇതിൽ സ്റ്റുഡിയോയിൽ കയറി ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ഈ കമൻറ്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഒരു കമൻറ്റ് മാത്രം അങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം ആ കമൻറ്റിന് ഞാൻ ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല. വളരെ വിശദമായ ഒരു എസ്സേ എഴുതുന്ന പോലെ ഒരാൾ വളരെ മോശമായിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ മോശമായിട്ട് തന്നെ കേട്ടോ അയാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് മറുപടി കൊടുക്കും എന്ന ഇതിലാണ് ഞാൻ ഇതുവരെയും കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. പക്ഷേ കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒഴിവാക്കി വിട്ട കമൻറ്റ് തന്നെയാണത്. കമൻറ്റുകൾ കുറവായതുകൊണ്ട് തന്നെ കുറേ കമൻറ്റൊന്നും മോശമായിട്ടുള്ള കമൻറ്റുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. നമ്മൾ
നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചില വീഡിയോയ്ക്ക് ഇടയിലൊക്കെ വരാറുണ്ട്. അതിന് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കട്ടോ. അവരെ കളിയാക്കാതെ നല്ല രീതിയിലാണ് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കമൻറ്റ് അത്യാവശ്യം നീളത്തിലാണ്, ഒരു ചെറിയൊരു എസ്സേയുടെ അത്ര ഉണ്ടാവും കമൻറ്റ്. ഇത്രയും നീട്ടി വലിച്ചിട്ട് ഇയാൾ ഈ കമൻറ്റ് ഇട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾക്ക് പറയാൻ വേണ്ടി നല്ല രീതിയിൽ പറയാം. പക്ഷേ ഈ മോശം രീതിയിൽ എന്തുകൊണ്ട് അയാൾ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവാത്ത കേട്ടോ. വളരെ മാന്യമായ രീതിയിൽ ഞാൻ പറയുമ്പോൾ എല്ലാ തികഞ്ഞൊരു ചാനലൊന്നും അല്ല എൻ്റെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പല മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ടാവും, കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോഗ്രാഫറോ ഒരു എഡിറ്ററോ ഒന്നുമല്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ വീഡിയോഗ്രാഫറും എഡിറ്ററും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമാവുന്നവരാണ് എൻ്റെ കൂടെ കൂടിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കമൻറ്റ് കുറച്ച് വിഷമിപ്പിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇതുവരെ ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റുഡിയോയിൽ കയറി കമൻറ്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് ഇതങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ റിപ്ലൈ കൊടുക്കാത്തൊരു കമൻറ്റ് അതിങ്ങനെ പിന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. പക്ഷെ എന്തോ അത് കളയാനും തോന്നിയിട്ടില്ല, അത് അവിടെ കിടക്കുന്നുണ്ട്. കളയാൻ തോന്നിയിട്ടില്ല എന്നല്ല, അത് കളഞ്ഞിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കമൻ്റ് ഒന്ന് വായിച്ചിട്ട് അതിനെന്ത് റിപ്ലൈ കൊടുക്കണം എന്നുള്ള വിവരം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കത് മോശമായിട്ടാണ് തോന്നിയത്, മോശം കമൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റ് കണ്ടിട്ട് ഞാൻ എന്ത് റിപ്ലൈ ആണ് അതിന് കൊടുക്കുന്നത്? എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ല അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് റിപ്ലൈ ആണ് കൊടുക്കുക? കാരണം നല്ല രീതിയിൽ കൊടുത്താൽ ശരിയാവില്ല. കാരണം അയാൾ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഞാൻ നല്ല രീതിയിൽ അയാൾ നല്ലപോലെ പറഞ്ഞു വെച്ചെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ അതിനൊരു റിപ്ലൈ കൊടുക്കാനുണ്ട്. പക്ഷേ അയാളുടെ ഈ സംസാര രീതി ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് കൊടുക്കും എന്നുള്ളത്, പിന്നെ അയാളെ പോലെ അല്ലെങ്കിൽ അതേപോലെ മോശം ഭാഷയിൽ അല്ലെങ്കിൽ ആ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്കറിയില്ല വേറൊരാളോട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കും എന്നുള്ള ധാരണയിലാണ് ഞാനിരിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ആ കമൻറ്റ് വായിച്ചിട്ട് എന്ത് റിപ്ലൈ കൊടുക്കണം എന്നുള്ള ഒരു റിപ്ലൈ എനിക്ക് തരണം കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എൻ്റെ പേജിലുള്ള ഡ്രസ്സാണ്. നല്ല അടിപൊളി ഡ്രസ്സുണ്ട്. ഇത് കോട്ടനാണിത് ഈ ഡ്രസ്സ്. പിന്നെ അനാർക്കലിയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ഡ്രസ്സാണിത്. ഷാളും പിന്നെ പാൻറ്റും വരുന്നുണ്ട്. നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ്. പിന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്കിടുമ്പോൾ ഒരു ഇത് തോന്നൂലേ, നമുക്കൊരു നല്ല ഗുഡ് ഫീൽ തോന്നൂലേ ചില ഡ്രസ്സ് ഇടുമ്പോൾ, അങ്ങനെ തോന്നുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ആനകളുടെ ചിത്രമൊക്കെ ആയിട്ട് നല്ലൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സുകൾ വേണമെങ്കിൽ അതിൽ കൂടെ പേജ് സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. അല്ല ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് വിവരങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു യൂട്യൂബർ എന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു ചാനലൊക്കെ തുടങ്ങി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യാനുണ്ടെന്നാണ് യൂട്യൂബ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സത്യമായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. കാരണം ഞാൻ വെറുതെ ഇത് ഇട്ടാൽ പോരല്ലോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം എന്താ പറയുക, അപ്പോൾ ഗിവ് അവേ ഒക്കെ ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഗിവ് അവേ ചെയ്യണം കുറേ കാലങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ, കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഞാനിപ്പോൾ എന്ത് ഗിവ് അവേ ചെയ്യാനാന്നൊക്കെയാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഞാൻ കുറച്ച് ബ്രേക്ക് ഇട്ടു എൻ്റെ ചാനലിൽ. അതായിരിക്കാം ഒരു പക്ഷേ, അതും പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗിവ് അവേ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. എന്തായാലും ഞാനൊരു ഗിവ് അവേ ചെയ്യും. എല്ലാവരും 100K ആയാലും 1 മില്യൺ ഒക്കെയാണ് എല്ലാവരും ഗിവ് അവേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ 2K ആകുമ്പോൾ ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെ പറയാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ വേറൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ.